നീ ഈ ഗെയിം നിനക്ക് അറിഞ്ഞൂടെ ഇത്? ഇല്ല. വാ വാ കേറാം വാ. എവിടെ പോയി നീ? കാണാൻ വയ്യ. ഇങ്ങോട്ടാ ഇങ്ങോട്ടാ. കണ്ടു. ആ എന്റെ ഇറങ്ങിയുണ്ട്. അങ്ങോട്ടാ. ഇതേ കേറാൻ പറ്റത്തുള്ളൂ. ആ, ആ. ഇത് മൾട്ടിപ്ലെയർ പറ്റുമോ? ഫസ്റ്റ് ലോബി കയറി ഒരുമിച്ചിരിക്കാം. ഇതെന്ന് വെച്ചാ ഈ റൂം അങ്ങ് എന്തൊരു വേറെ പ്ലേസ് ഒക്കെ ഉണ്ടോ? എടാ ഇത് പബ്ലിക് ആണ്, ഒരുപാട് പേരുണ്ട്. പബ്ലിക് എന്തിനാണ് സൗണ്ട്? അത് വിസില്. നിനക്ക് വിസിലടിക്കുന്ന ബട്ടൺ ഇല്ലേ? ഇല്ല. എനിക്കുണ്ടല്ലോ ആ വലത്തെ കാരിയുടെ അവിടെ. ആ ചുറ്റും കേട്ടാ. എനിക്ക് ബട്ടണൊന്നും കാണാനൊന്നുമില്ല. ഉണ്ട് കേട്ടാ. ഓടി വരണല്ലേ. ഇപ്പൊ എന്തായാലും ഇല്ല സംഭവം. ഇല്ലടാ, ഇതിന്റെ അകത്ത് അങ്ങനെ ഒന്നും ഒബ്ജക്റ്റ് സൈസ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ നടന്ന് കണ്ടുപിടിക്കണം. അവര് ഇത് ഡാറ്റ ഗെയിമിൽ ഇത് ഫുള്ള് ഇരുട്ടായിട്ടാണ്, ചെറിയ ലൈറ്റ് വെട്ടമൊക്കെ ഉള്ളു. ഇത് ബാക്ക്ഗ്രൗണ്ട് ചിലപ്പം ഒരു ഗോസ്റ്റിന്റെ ഒക്കെ തീമാണ്. നമ്മളിങ്ങനെ വളഞ്ഞൊക്കെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ പ്രേതമൊക്കെ ഇതിന്റെ ഇങ്ങനെ കാണും. പ്രേതം അങ്ങനത്തെ ഒരു സ്കേറി ഗെയിമാണ്. അതും സാധാരണ ഒരാളൊക്കെയാണ് കളിക്കുന്നത്. ഇത് ഇത്രയും ഇത്രയും ഗ്രീൻ കറക്റ്റ് വഴിയിലായിരിക്കും നമ്മൾ കേട്ടോ. അവിടെ ഒരു ആരോ കാണിക്കാം. എല്ലാം അങ്ങോട്ട് പോണു കേട്ടോ. അതാണ്ട് ഇത് എന്തുണ്ടെന്ന് എന്നിട്ട് അവിടെ തിരിച്ചു വരേണ്ടി വരും. ആണോ? ഡു യു ട്രസ്റ്റ് മീ? കൊള്ളാം. പഠിച്ചു അപ്പൊ ഓടിക്കും. എടാ ഇതെന്താ? എന്തോ കിട്ടി എനിക്ക്. കിട്ടിയാ? എനിക്കും എന്തോ കുപ്പി കിട്ടി. ചുമലായിട്ട് അങ്ങോട്ട് പോവാമുണ്ട്. നമ്മക്ക് കിട്ടിയ സാധനം വെച്ചാ മറ്റേ സർക്കിള് പച്ചയായിരുന്നു, മറ്റേ പെന്റഗൺ ചുവപ്പ്, പിന്നെ ബാക്കിയുള്ള ഞെക്കിയാ മതി. അത് ആ വെള്ളയില് ഞെക്കിയാ മതി, കളറ് മാറി. ഞാൻ ഇപ്പൊ 2 കറക്റ്റ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാർ ഇതൊക്കെ എവിടെയാന്ന് അറിയാൻ വയ്യ. എന്നാ തിരിച്ചു പോകേണ്ടി വരും. അത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത്. നീ കണ്ടില്ലേ പച്ച ലൈറ്റും? അത് ഇതാണ്. വേറെ കാണും. അത് കണക്ക് കണ്ടുപിടിക്കണം. ലവ്മാരതിന് കണ്ടു കാണുന്നുണ്ട്. മറ്റേ സ്റ്റാർ പിങ്ക് കേട്ടാ. സ്റ്റാർ പിങ്ക്. സ്റ്റാർ പിങ്ക്. സ്റ്റാർ പിങ്ക് അല്ലേ? ട്രയാങ്കിള് വെള്ള, റെക്ടാങ്കിൾ കണ്ടുപിടിക്കണം. എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പേടിയാവുന്ന. അവിടെ എന്താ അനങ്ങി കേട്ടാ.
യുവമാരി മതി കേട്ടോ, യുവമാരി കണ്ടുപിടിച്ചോളൂ. എടാ ഇനി ഇതിന്റെ അകത്ത് ഇല്ലാത്ത കളർ. കറക്റ്റ് കറക്റ്റ് എക്സിറ്റ് അതാ. എന്താടാ ആരും വരാത്ത? വാടാ വാ. പിങ്ക്. എടാ കറക്റ്റ് ആക്കി വാ, എക്സിറ്റ് ആയി. എത്ര ഇതിന്റെ ഏതൊക്കെയാണ് മറ്റേ റൗണ്ട് എന്തുവാണ്? റൗണ്ട് പച്ചയായിരുന്നു. റൗണ്ട് പച്ച. ഇനി അത് നോക്കണ്ട, അത് കംപ്ലീറ്റ് ആയി. എക്സിറ്റ് ഡോർ ഓപ്പൺ ആയി. എനിക്കായില്ലടാ. നിനക്ക് ഓപ്പൺ ആയില്ലേ? സെപ്പറേറ്റ് ഉണ്ടടാ. ആണാ എന്നാ റൗണ്ട് പച്ച. റൗണ്ട് സ്ക്വയറാ? സ്ക്വയർ ആയ പിന്നെ പറയാം. നീ സ്റ്റാർ പിങ്ക് ആക്ക്. സ്റ്റാർ പിങ്ക്. സ്റ്റാർ പിങ്ക് ആയി. ട്രയാങ്കിള് വെള്ള. ട്രയാങ്കിൾ വെള്ള. പെന്റഗൺ ചുവപ്പ്. പിന്നെ പോയി മറ്റേ ആ റെക്ടാങ്കിൾ വെക്കുക. അതിൽ ഏതെങ്കിലും റാൻഡം കളർ വെക്കുക. അപ്പം ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിക്കോളും. വന്നാ ചുമ്മാ അല്ല ഞാൻ നോക്കുന്നത്, നീ വരുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര ഇടിഞ്ഞു. ജയിച്ചെന്നു ജയിച്ചെന്നു. അവിടെ നിന്ന് ആരാ വരുന്നേട്ടോ? പ്രേതമാണ്. കാണില്ല. ഇരുട്ടടാ. ഇരുട്ടുണ്ട് ഇരുട്ടുണ്ട്. ഞാൻ നിന്റെ തൊട്ട് പോയി കാണാൻ വയ്യ. പെട്ടെന്ന് യുവമാരായി എത്തുന്നതിന് മുമ്പ്. ഫ്രീഡം. ഇതിന്ന് വീഴില്ല, തറ വീഴില്ല, തറ വീഴില്ല. വാടാ വാ. തറ വീണ എല്ലാം തറ വീണ. ഹലോടാ. നീ ഇറങ്ങിപ്പോയ. നീ ഇറങ്ങിപ്പോയ. അതാണ് മറ്റേ ആ റൗണ്ട് ജയിച്ചു. അത് ജയിച്ചു. വേറെ ഗെയിം നോക്കാം.
എങ്ങനെ എക്സിറ്റ് അടിക്കുന്നു? മറ്റേ ഇന്നലെ കളിച്ച ഗെയിം കളിച്ചാലേ. നീ ഇൻവൈറ്റഡ്. എന്നിട്ട് ആ സെയിം ഹൗസ് ഇടുക കേട്ടാ. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കാം. അത് തന്നെ അതിന്റെ വീടിന്റെ പേര് അത് എനിക്കൊന്ന് മൂന്നാമത്തെ മാപ്പാണ്. ഇതൊരു ലിങ്കൺ ഹൗസ് അങ്ങനെ എന്തിനാണ്. ഇതേടാ എന്തരാണ്? ആണ്. അത് കുഴപ്പമില്ല. കാണിക്കുന്നില്ല. ഞാൻ ആ ഗെയിമിൽ കേറിയല്ലോ. ഇല്ല, ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്യാൻ നോക്കട്ടെ. എന്റെ വോയിസ് ക്ലിയർ അല്ല. ഏ നിനക്ക് നെറ്റ് കിട്ടിയെന്നില്ലേ? നെറ്റ് ഉണ്ട്, കാണിക്കുന്നില്ല. ഇതാ വരുന്നേ, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. ഇത് നോക്കി ഇൻവൈറ്റ് ആക്കിയത്. ഞാൻ നോക്കാതെ.
ഞാൻ പറഞ്ഞ എടാ ഇത് എങ്ങനെ ബാക്ക് അടിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ബാക്ക് അടിക്കുന്ന ലെഫ്റ്റില് എന്ത് ബാക്ക് അടിക്കുന്നതാണ്? മറ്റേ മെയിൻ ഹോം പേജിൽ നിന്നെ ഇൻവൈറ്റ് ചെയ്യാൻ. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് എങ്ങനെയാണ്? അല്ല ഫോണിന്റെ ഇത് വരുവാടാ, ഓരോ പ്ലസ് ബട്ടൺ ഞെക്കുമ്പോഴത്തേക്ക് നിനക്ക് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പ്ലേസിൽ ഇത് കാണുന്നില്ലേ, സ്ലോട്ട്. അതില് ഞെക്കുമ്പോഴത്തേക്ക് എന്റെ പേര് കാണും. താഴോട്ട് കുറെ പോണം, ഒരുപാട് ലിസ്റ്റ് കാണും. ഓ അങ്ങനെ പോണം. ഓ എനിക്കത് പിന്നെ കണ്ടോ എന്റെ പേര്? ഇല്ല. കണ്ട് എനിക്ക് ഇൻവൈറ്റ് വേണം. അതില് ജോബ് സൈറ്റ് എടുത്തിട്ട് ഏത് മാപ്പ് വേണോന്ന് എടു, താഴെ കാണും. നമ്മള് ഇന്നലെ കളിച്ച മൂന്നാമത്തെയാണ്. ഇവരെ ലിങ്കൺ അങ്ങനെ ഉണ്ട്. എന്നിട്ട് റെഡിയപ്പ് കൂടി ഒരു പച്ച എഴുതി കാണും. ഓക്കെ. ഇതിന്റെ അകത്ത് മഴയല്ലേ? ഞാൻ എന്താ ടിപ്പിക്കൽ ഐറ്റം എടുക്കാമോ? EMF റീഡർ. നീ ആ ലേസർ എടുത്ത് അവിടെ കൊണ്ട് വെച്ചേരാ. ഓക്കെ. മഴ പെയ്യുന്നതിന്റെ ഒക്കെ സൗണ്ട് നോക്കിയാണ്. ഒറിജിനാലിറ്റി ഉണ്ട്. ഇവിടെയൊന്നും ഒന്നുമില്ല. എന്റെ EMF-ൽ ഒരു കട്ടേ കത്തുന്നു. മഴ പെയ്യുന്ന ശബ്ദം കൊള്ളാം കേട്ടോ. എന്തായാലും എന്റെ 2 കട്ട കത്തി. എടാ ഇത് നമ്മളിങ്ങനെ ലൈറ്റ് ഓടിച്ചോണ്ട് അതിനെ പിടിക്കണോന്ന് തോന്നുന്നു. നമുക്ക് പോയി എക്യുപ്മെന്റ്സ് എല്ലാം എടുക്കാം. ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പൊ ആ 2 കത്ത അണങ്ങി. ഇവിടെ 2 കട്ട, പക്ഷെ ഇപ്പൊ ഒരു കട്ടയായി. നമുക്ക് പോയി എല്ലാ എക്യുപ്മെന്റ്സും എടുത്തോണ്ട് ഇവിടെ വരാം. തറയെ വെക്കാനുള്ളതെല്ലാം തറയെ വെക്കാം, അല്ലാത്തേക്ക് എടുത്ത് കഴുകി വെച്ചോണ്ട് വരാം. ലൈറ്റ് ഓഫ് ചെയ്യും, ലൈറ്റ് ഇടണം. ഫ്ലാഷ് അടുത്ത് വെച്ചു. ടീം ട്രക്ക് ഇവിടെ പോയടാ. എടാ ഇറങ്ങി പോയെന്നു. വണ്ടിക്കകത്ത് ഇറക്കി ഇറങ്ങി പോകുന്നു. ഫെയിലെന്ന് കാണിക്കണ. നീ ഇറങ്ങിയ? അയ്യോ, അത് ഒന്നൂടെ കൂടി. ഞാൻ വിചാരിച്ചു വേറെ എന്താ. വണ്ടിക്കകത്ത് കയറി അവിടെ നിന്ന് ഓടി രക്ഷട്ടെന്നാണ്. ഞാൻ വെച്ച് വണ്ടിയുടെ അകത്ത് എന്താ വേറെ ഉണ്ട് സാധനങ്ങളെ കാണുന്നു പറഞ്ഞാണ് അത് നിർത്തി. ഫസ്റ്റ് ഐഡന്റിഫൈ ദ കറക്റ്റ് ഗോസ്റ്റ് ടൈപ്പ്. അൺകവർ. ഫസ്റ്റ് ഐഡന്റിഫൈ ഗോസ്റ്റ് ടൈപ്പിനെ കണ്ടുപിടിക്കുന്നത്
നീ അങ്ങ് പോയാ കേറി? ഞാൻ കയറി കയറി. ഞാൻ ഗോസ്റ്റ് ഈ ലേസർ വെച്ചത്. ഗോസ്റ്റ് ടൈപ്പ് കണ്ടുപിടിക്കുന്ന മെഷീൻ ഏതാണോ എന്തോ. ഞാൻ പോയിട്ട് എടുത്തോണ്ട് വരാം. അല്ല, അത് ഏ നമ്മൾ കണ്ടുപിടിക്കണം. ആ, ഞാൻ പറ്റില്ല. അത് പോയി എടുത്തോണ്ട് വരും. EMF. ഡോർ അടച്ചേക്കാം. ടോർച്ച മറ്റേ സ്പിരിറ്റ് ബോക്സാ വേണമെങ്കിൽ പറഞ്ഞാൽ എന്റെ ഇരിപ്പുണ്ട്. EMF റീഡർ ഉണ്ട്. താഴോട്ട് പോവാം. മറ്റേ പയ്യെ. താഴോട്ടുള്ള മറ്റേ അതില് പോവാം. ഇവിടെ കാണും, മിക്കവാറും ഇവിടെ കാണും. ഇവിടെയാണ് തോന്നുന്നത് എന്റെ ബേസ്. ഇവിടെ എന്തോ തറയിൽ കുറെ പൊടിയൊക്കെ കിടന്നോണ്ട് ഏണിയൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ ടോർച്ച് അടിക്കുമ്പോ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ, ഓക്കെ. അല്ലേ EMF എടുത്ത് ഒരു കസേര അനങ്ങടാ. എനിക്കൊന്ന് മറ്റേ ഹാളിലാണ്. ആ സ്പിരിറ്റ് ബുക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കിയാണ്. സ്പിരിറ്റ് ബോക്സ് അത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ്. എന്തായാലും ചോദിക്കട്ടെ. ആർ യു ഇൻ ദ റൂം ആണോ? വൈ ആർ യു ഹിയർ? എന്തേലും ചോദിക്കും. ആര്യന്റെ റൂമാണെന്ന് ചോദിക്കും. നിന്റെ ബാക്കിലുണ്ടല്ലോ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നിനക്ക് മനസ്സിലായി എങ്ങനെ? അത് കേട്ടില്ല. താഴെ എഴുതി വെച്ചത് കണ്ടില്ലേ? ഒന്നുകൂടെ ചോദിച്ചാണ്. ഇനിയും വേറെ ക്വസ്റ്റ്യൻസാ. വേറെ ആരെയെന്ന് ചോദിക്കാം. വേറെ ആരെയും ഒന്നുകൂടെ ചോദിക്കാം. അപ്പൊ അവിടെ അടുത്തില്ല. അറ്റാക്ക് ഓടി തള്ളിക്ക. ഞാൻ വയ്യാറ് ഹിയർന്ന് ചോദിക്കാം. ഒരു ബുക്ക് എടുത്ത് നോക്കാം. വേറെ ആരെയും നോക്കാം. ഒരു റൂമിലായിട്ട് കയറി നോക്കും. ഈ റൂമിക്കായിട്ട് വേറെ ആരെയും നോക്കാം. ഇട്ടേക്കാം. ഇല്ലടാ, അത് റിപ്ലൈ ഒന്നും തരുന്നില്ല. അപ്പൊ അടുത്ത റൂമിൽ വാ. നിനക്ക് എന്റെ ആ ചാറ്റ് കാണാല്ലേ? ഞാൻ അങ്ങനെ അയക്കുന്നതല്ല. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇല്ലടാ, അത് ഇപ്പൊ നമ്മൾക്ക് മിണ്ടുന്നില്ല.
റൈറ്റിലെ റൂമിൽ നോക്കാം. ഞാൻ ഇവിടത്തെ റൂമിൽ നോക്കാം. ഇല്ല, ഈ റൂമിൽ നോക്കാം. ഇവിടെ ഇല്ല. അപ്പൊ ചെരുപ്പ് പൊങ്ങിയടാ, ചെരുപ്പ് പൊങ്ങിയടാ. ഓ കണ്ട് കണ്ട് കണ്ട്. ഡോർ അടച്ചേക്കാം. ഇപ്പൊ വരും കേട്ടോ. ഇപ്പൊ EMF ഒന്നില്ല. എനിക്കൊന്ന് ഈ ഹാളിലാന്ന് തോന്നുന്നു കേട്ടാ. നോക്കട്ടെ, ചോദിച്ചോക്കാം. ഇല്ലടാ, ഇപ്പൊ അത് റിപ്ലൈ. ഗ്യാരേജ് ഒന്നാണ് നീ ചോദിച്ചാണ്. ഇല്ല, അതാ ഇതിന്റെ കോട്ട കഴിഞ്ഞാന്ന്. ഇനി വേറെ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ഇതാണ് സെറ്റ് സാധനം, EMF. നിനക്ക് ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്യാം. നീ സ്പിരിറ്റ് ബോക്സ് നീ എടുത്തോ. ഇവിടെ തറയിട്ടിട്ടുണ്ട്. അതേപോലെ ഈ ടോർച്ചും എടുത്തോ. എനിക്ക് ടോർച്ച് വേണ്ട. അവിടെ കിടക്കട്ടെ. ഞാൻ ഷീറ്റ് നോക്കാം. ടോർച്ചാ? ഞാൻ UV എടുക്കാം. ഇവിടെ ഇല്ല. EMF 0 ആണ്. 0 ഒരു കട്ട. കിച്ചണിലാന്ന് പറഞ്ഞ സാധനം. ഇവിടെ തണുപ്പുണ്ട്. തണുപ്പ് എങ്ങനെ നിനക്ക് അറിയാം? UV അടിച്ചോട്ടെ. എന്തോ തെറിച്ചു അനോമലി EMF 3 കട്ട എത്തി. ഇവിടെ അടുക്കളയ്ക്കുണ്ടോ? അടുക്കളയിലാണ് കേട്ടോ സാധനം. സാധനം അടുക്കളയിലാണ്. പോയാടേ, ഞാൻ അവിടെ ഒറ്റയ്ക്ക് അടുക്കളയിൽ പോകും. ഇപ്പൊ അടുക്കളയിൽ ഒരു കട്ടയായി. നീ ഇവിടെ ലൈറ്റ് ഇട്ടാ? അസ്വാങ്ങാന്ന് തോന്നുന്നു കേട്ടാ. അവിടെ ഈ റൂമിൽ ലൈറ്റ് ഇട്ടാ നീയാണോ? അല്ല, ഇത് റൂമിൽ ഇട്ടായിരുന്നു. ഫുള്ള് ലൈറ്റ് അങ്ങ് ഇട്ടാലോ? എന്തായാലും അത് ലൈറ്റ് അടിച്ചു കളയും. ബാൻഷിയാന്ന് തോന്നുന്നടാ. ബാൻഷിയാണ്, ബാൻഷി. എന്നുവെച്ചാ ബാൻഷിയോ ഹണ്ട് ഫ്രീക്വന്റ്ലി ക്രോസസ് ആർ മൂവ്. നീ ഇപ്പൊ എവിടേക്കാ? ഞാൻ പുറത്ത് ക്യാമറ. ഒബ്ജക്റ്റീവ് 2 കംപ്ലീറ്റ് ആയല്ലേ? ഇന്നലെ ഒബ്ജക്റ്റീവ് 4 അങ്ങാണ്ട് കംപ്ലീറ്റ് ആയത്. എൻറ്റിറ്റി അല്ല, ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? എങ്ങനെയാണ്? എന്തെങ്കിലും ഡിവൈസ് വെച്ച് ക്യാപ്ചർ ചെയ്യണോ? ഐഡന്റിഫൈ ചെയ്യുന്ന എൻറ്റിറ്റി ആന്ന് തോന്നുന്നു കേട്ടാ. അതെവിടെയെങ്കിലും നമ്മള് ഇത് വെക്കണം. കീബോർഡിലോ അല്ലോ. കീബോർഡിൽ നോക്കട്ടെ. There are no cameras to detect. നമ്മളെ ഒരു എനർജിയുടെ മോണിറ്റർ ഇവിടെ കാണും. എനിക്ക് 38 ഉണ്ട്, നിനക്ക് 37.
നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും, പുറത്തോട്ടൊക്കെ. പുറത്തോട്ടൊന്നും പോയിട്ട് കാര്യമില്ല. നീ പോയാ? ഹലോ? ഹലോടാ? പിന്നെ ഇതിനകത്ത് നീ എവിടെ പോയിരുന്നു? ഗോസ്റ്റ് ഓർബ് കണ്ടല്ലേ? മനസ്സിലായില്ലേ എനിക്ക് ഇത്. ഇത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്മൾ കാണുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആവോ, അതോ വല്ല ഡിവൈസും വെച്ച് ക്യാപ്ചർ ചെയ്യണോ എന്തോ? ഈ ബുക്കിലുണ്ടല്ലേ? ബുക്കിലുണ്ട്. ചെടി എടുത്തോണ്ടൊന്ന് പോയി നോക്കാം. ഇല്ല, ഞാൻ കാരണം ഒരു കേഴ്സഡ് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാം ആദ്യമേ പോയി. അത് വെച്ച് എന്തെല്ലാം ഉണ്ട്. ഈ കേഴ്സഡ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഈ പ്രേതം തള്ളിയിടുന്നതായിരിക്കും. കസേര, അടുക്കളയിരിക്കുന്ന കപ്പൊക്ക, അങ്ങനെ. ചെടി വിതറാവുന്നില്ല. ഓ, ലൈറ്റ് ഓഫ് ആവുന്നു, ലൈറ്റ് പോകുന്നു, ലൈറ്റ് കുറയുന്നു. ഇവിടെ ഒന്നും ഇതില്ലടാ, ഒരു കട്ടേ ഉള്ളു. നിനക്ക് EMF റീഡർ ആണോ? മസ്വാങ്. ഈ ഫ്ലവർ പോട്ട് കേഴ്സഡ് ആണ്. ഫ്ലവർ പോട്ട് കേഴ്സഡ് ആണ്. ഗൗളാന്ന് പറ. ഗൗളാണ്. നീ അതിന് കണ്ടായിരുന്ന ഇത്? കണ്ടില്ല. പിന്നെ നമുക്ക് മനസ്സിലാവും സംഭവം. ഞാൻ ഈ മറ്റേ ഗോസ്റ്റ് ഓർബ് ഉണ്ടല്ലോ, ഓർബ് കണ്ട് സ്പിരിറ്റ് ബോക്സും വർക്ക് ആവുന്നുണ്ടായതല്ലേ. ഗൗളാണ്. അപ്പൊ ഗൗള് എന്തൊക്കെ ചെയ്യുമെന്ന് എൻ്റെ അകത്തുണ്ട്. അതൊന്നൊക്കെ ഗൗളാണ്. ഇതെങ്ങനെ നമുക്ക് ആ ഒബ്ജക്റ്റ് ഉണ്ടാക്കാം? ആ സ്പിരിറ്റ് ബോക്സ് എടുത്തിട്ട് ചോദിക്കാം അതിന്റെ ടൈപ്പ് എന്താണ്.
ഇവിടെ നമ്മളെ എനർജി ഇങ്ങനെ ലൂസ് ആയിക്കൊണ്ടിരിക്കുക. ഹലോ അന്നാ ഇവിടെ നീ പറയുന്നൊന്നും കേൾക്കാൻ പറ്റും. ഇപ്പൊ വല്ലതും പറയുന്നുണ്ടോ? EMF ഫ്രീഡം കൊണ്ടുവന്നാണ്. ഓ ഇവിടെയൊക്കെ ഒരു കട്ടേ ഉള്ള നേരത്തെ ഗ്യാരേജ് ഇവിടെ ഒന്നുമില്ല. നീ ലൈറ്റ് ഇട്ടാ? ലൈറ്റ് ആ വരുന്നു 3 കട്ട. ഇപ്പൊ വരും. എന്നെ പിടിച്ച നീ കാറിന്റെ അടുത്ത് രക്ഷപ്പെടും. ഗൗളാണ്. ഞാനും ഗൗളാണ്. ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയില്ല. ഗൗളാണല്ലേ? ആ ബുക്കിനടുത്ത് വായിച്ചു നോക്കി. ഗൗളല്ലടാ, വേറെ ഒരു രൂപ. പക്ഷെ അതിന്റെ രൂപങ്ങളൊന്നും ബാൻഷി ബുക്കിനകത്ത് മാർക്ക് ചെയ്ത് നോക്കിയാണ്. എനിക്ക് നിന്നെ കാണാം. നിനക്ക് തന്നെ കാണാം. നമ്മള് വണ്ടി കേട്ടോ ട്രക്കാണ്. ഭീമൻ എന്നിട്ട് എടാ വ്രൈത്ത് ആണോ നോക്കിയാണ്. വ്രൈത്ത് നീ ആ രൂപം കണ്ടില്ലേ? ഞാൻ കണ്ട്, പക്ഷെ അത് ഇതിൻ്റെ അകത്തുള്ള ഒരു ഫോട്ടോയുടെ മാച്ചാണിത്. അത് മാച്ച് ആവത്തില്ല. ബാൻഷി അല്ല, കാരണം ഫിംഗർ പ്രിന്റ് ഒന്നും നമ്മൾ കണ്ടില്ല. ഈ ദുല്ലാഹനാണോ എന്തോ, പക്ഷെ ഞാൻ കണ്ടത് തലയൊക്കെ ഉണ്ടായിരുന്നു. കഥ ഉണ്ടായിരുന്നു. ദുൽഹാനും അല്ല, ഗൗളല്ല. അല്ല, ഗൗളാവാനാണ് ചാൻസ്. ഇതിനെ എങ്ങനെ എടുത്ത് രേഖപ്പെടുത്തുന്ന? അത് നീ താഴെ എവിഡൻസ് എന്ന് പറഞ്ഞ സാധനം കണ്ട, അതിനകത്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ബാക്കിയൊക്കെ. ഏതാ ബുക്കില് കട്ട് ചെയ്ത് കളയുന്നു? അതെങ്ങനെ? ഓൾറെഡി നമ്മൾ ഫെയിൽ ആവും ഈ കളി. എന്ന് വെച്ചാൽ ഹാവ് എവരി മെമ്പർ ഓഫ് യുവർ ടീം എസ്കേപ്പ് ദ ഗോസ്റ്റ് ഡ്യൂറിങ് എ ഹണ്ട്. പിന്നെ ഓൾറെഡി പിടിച്ചല്ലോ. കേറ്, അല്ലെങ്കിൽ വണ്ടിക്കകത്ത് കയറ്. നോക്കാം എന്ത് ഗോസ്റ്റ് ഏതായെന്ന് നോക്കാം. ഗൗളായിരുന്ന
കൊല്ലുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗൗളായ പക്ഷെ ആ ബുക്കിൽ കണ്ട അതേ ജോബ് ഫോട്ടോ നല്ലായിരുന്നു. ജോബ് സക്സസ് ആയി. അത് തന്നെ ഒന്നുകൂടെ കളിക്കാം. ഇതൊക്കെ നിനക്ക് എന്നെ കാണാമോ? ആ ഓക്കെ. ജോബ് സൈറ്റ് ലിങ്കൺ സ്ട്രീറ്റ്. ലെവല് 16 അടുത്തത് കളിക്കാൻ പറ്റും. ലെവൽ എത്ര ആണ്? അതറിയാൻ വയ്യ. ഇപ്പൊ ലെവൽ 1. താഴെ നോക്കണേ, ഏറ്റവും താഴെ നോക്കിയാണ്. ഏറ്റവും താഴെ ചെറിയൊരു ബാറായിട്ട്. എത്ര ഉണ്ട് ലെവല്? 1. എന്റെ ലെവല് 1 65/100 കാണിക്കും. 90 ആയി. ആ എന്റെ 65. അത് 100 ആകുമ്പോഴത്തേക്ക് ലെവൽ 2 ആവും. സക്സസ് ആണോ കാണിച്ചേ? നമ്മളിപ്പോ ലാസ്റ്റ് ഇറങ്ങിയപ്പോഴാ ഫെയിലാ കാണിച്ചത്. സക്സസ് കാണിച്ചു. ഞാൻ മറ്റേ ഗൗള് മാർക്ക് ചെയ്തായിരുന്നു. നീ അത് മാർക്ക് ചെയ്യുന്ന എനിക്ക് പറഞ്ഞു തന്നില്ല. അത് ഞാൻ അത് ചെയ്തേ. ഞാൻ ചുമ്മാ ഇങ്ങനെ ബുക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഒന്നുകൂടെ കളിക്കാം, അത് കളിക്കാം. എടി കണ്ടു കഴിഞ്ഞാൽ ബുക്കിനകത്ത് മാർക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ ഓക്കെ. ബുക്ക് എടുത്താണ് ബുക്കിനകത്ത് എവിഡൻസ് അല്ലേ, എവിഡൻസ് എടുത്തിട്ട് അതിനകത്ത് ഓരോന്ന് മാർക്ക് ചെയ്താൽ മതി. EMF ഇത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം EMF ഞെക്കി കഴിഞ്ഞാൽ ഓക്കെ, റൗണ്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ. EMF റീഡിങ് വന്നില്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് ആ എവിഡൻസ് വെച്ചിട്ട് ഗോസ്റ്റിന്റെ ടൈപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ മനസ്സിലായില്ല. ആ എവിഡൻസിൽ ആ ബുക്കിൽ നിൽക്കണോ? ആ എനിക്കൊന്നും വരുന്നില്ല. ഇവിടെ ജേർണൽ എടുക്കും, അതിനകത്ത് താഴെ എവിഡൻസ് കണ്ട് അതിനകത്ത് ആ ഒരു ലെഫ്റ്റില് എവിഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് ഇത് കണ്ട, EMF ലെവൽ 5, ഹാൻഡ് പ്രിന്റ്സ്, ബോക്സ്. അതിനകത്ത് ഓരോന്ന് ഞെക്കി നോക്കിയാണ്. നീങ്ങുന്നില്ല. എടാ ഗോസ്റ്റ് ടൈപ്പ് അല്ല, റൈറ്റ് എക്യുപ്മെന്റ്സും കഴിഞ്ഞ് താഴെ ഇറങ്ങുന്നുണ്ടല്ലേ ഫോട്ടോ. മനസ്സിലായി. അതിനകത്ത് അതിനകത്താണ് നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ EMF റീഡറിലൊക്കെ വരുന്നത് എല്ലാ ഗോസ്റ്റും EMF റീഡറിൽ റീഡ് ആവൂലല്ലേ? ലേസറും കൊണ്ട് നീ പോ. നിനക്ക് EMF റീഡർ ആണോ? EMF റീഡർ വെച്ചോ കയ്യിൽ ഇപ്പം? എന്റെ മറ്റേ സ്പിരിറ്റ് ബോക്സും EMF റീഡറാണ്, പിന്നെ ലേസർ. ചിലപ്പോ ലേസറിനകത്തും വരും ചിലപ്പോ. ആണോ? ലേസറും കൊണ്ട് നീ ഇങ്ങനെ പോകുമ്പോഴേ ഒരു മെസ്സേജ് ഫോണിൽ നോട്ടിഫിക്കേഷൻ കണക്ക് വരും. താഴെ ഇറങ്ങിപ്പോയ താഴെ എല്ലാ റൂമിലും ഇത് കണക്കാണ് കയറി വെക്കാം. ഹണ്ട് വരുമ്പോഴത്തേക്ക് ഓടിക്കോളാം കേട്ടാ. നമ്മളെല്ലാരും സർവൈവ് ചെയ്യണം. ഇവിടെ എന്തോ ഇരിക്കണല്ലേ? ഗോസ്റ്റ് ഓർബ് ഉണ്ട് കേട്ടാ. ഗോസ്റ്റ് ഓർബ് ഉണ്ട്. എവിടെ? കിച്ചണിലാണോ? ഗോസ്റ്റ് ഓർബ് ഉണ്ട്.
ഇനി ചെടി എടുത്തോണ്ട് ഞാൻ ചെടിയാ ചെടിയാ ചെടി ചെടി എവിടെ ഇരിക്കുന്നു? ചെടി ഞാൻ എടുത്തു. ചെടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വേറെ ഏതൊരു ടൈപ്പ് പോസ്റ്റ് ആണ്. ലൈറ്റ് ഇടാൻ കൊള്ളും. ലൈറ്റ് ഇടണം. ഇത് അനോമലിയാണോ എന്തോ? ഈ തറയിൽ കുറച്ച് കറ കിടക്കുന്നു. അതെവിടെ? ഇവിടാണോ? അത് അത് വണ്ടിയുടെ ഓയിലൊക്കെ ആയിരിക്കും. ഞാനിതിവിടെ ഡ്രോപ്പ് ചെയ്യാം. ലൈറ്റ് ഇട്ട ആളാ നീയാണോ? എന്നാ ഇവിടെ ചെടി കരിയുന്നില്ല. ചെടിയുടെ പ്രശ്നമില്ല. ലൈറ്റ് എല്ലാം നോക്കി ഇറങ്ങി. നീ എവിടെ? കണ്ടു. സ്പിരിറ്റ് ബോക്സ് എടുത്താ നീ? ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നോക്കിയാണോ? സ്പിരിറ്റ് ബോക്സ് ആയിട്ടുണ്ട്. ഏതാണ്? സ്പിരിറ്റ് ബോക്സ് വർക്കിംഗ് ആവുന്നുണ്ട്. അപ്പൊ ഗൗൾ അല്ലെങ്കിൽ നൈറ്റ് മെയർ ആണ്. EMFന്റെ റീഡിങ് ഉണ്ടോ? അതെന്റെ ഇരിപ്പുണ്ട്. ആ റീഡിങ് ഉണ്ടോ വല്ലതും? അത് ഇതോട്ട് റീഡിങ് വന്നില്ല. അപ്പം അതും ഇല്ല. അപ്പം ഇതാണ്. അപ്പം ഗൗളാണ്. ഇതും ഗൗളാണ്. അല്ലല്ല, അപ്പം ഗൗളൊക്കെ പോയി കിടക്കല്ലേ. നീ ആ EMFും ആ സ്പിരിറ്റ് ബോക്സും ഞെക്കി വെക്കാം. EMF ഇല്ലാത്തയാണല്ലേ? സോറി. ഇല്ല, EMF ഇല്ല. ഞാൻ പറയാം. ഹാൻഡ് പ്രിന്റ് ഇതുവരെ കണ്ടില്ല. സ്പിരിറ്റ് ബോക്സ് വർക്ക് ആവുന്നുണ്ട്. ഗോസ്റ്റ് ഓർബും ഉണ്ട്. പിന്നെ ഇനി ടെമ്പറേച്ചർ നോക്കാം. ടെമ്പറേച്ചർ
ഇത് ടെമ്പറേച്ചർ മൈനസ് വരണം. അപ്പൊ ഇത് തന്നെ ഗൗള് തന്നെ. വാ. പക്ഷെ ഇതിന്റെ അകത്ത് ഇതുണ്ടാ, ഒബ്ജക്റ്റ് ഉണ്ടാ? ഉണ്ട്. കറക്റ്റ് ഐഡന്റിഫൈ കണ്ടുപിടിക്കാനുള്ള ഒബ്ജക്റ്റ് ഉണ്ടോ? ഗൗള് കറക്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എനിക്ക്. ഗൗൾ എങ്ങനെ? അത് മഞ്ഞയാക്കിയാ മതി. ഗൗള് മഞ്ഞയാക്കിയാൽ മതി. മഞ്ഞയാക്കാൻ വെട്ടുകയും ചെയ്യാം. അതില് മഞ്ഞയാക്കണം അല്ലേ? മഞ്ഞയാക്കണം. ഓക്കെ ഓക്കെ. ബാക്കിയെല്ലാം വെട്ടിക്കളാം. ഓ അങ്ങനെയുണ്ടോ? വേണമെന്നില്ല. എന്നിട്ട് ഗൗള് ഇതാക്കിയിടും. എല്ലാം വെട്ടിയിട്ടുണ്ട്. ബോട്ടിനെ കണ്ടിട്ടില്ല. റീച്ച് ദ എനർജി ലെവൽ അത് ആയിക്കോളും. 35 ആവും ഓട്ടോമാറ്റിക്. 25 ആയതിനു ശേഷം ഉണ്ടല്ലോ നമുക്ക് ഓടാം. ബോട്ടിനെ ഇതുവരെ കണ്ടില്ല. ബ്ലൂയിങ് ഔട്ട് എ ക്യാൻഡിലാണ് ഹണ്ടി. നമുക്ക് ഇല്ലേ ഒരു മെഴുകുതിരി കത്തിക്കണം. ഓക്കെ. മെഴുകുതിരി അടുക്കളയിലാണെന്ന് ആയിരിക്കും. മെഴുകുതിരി ആയിരിക്കും. പക്ഷെ ഇതെങ്ങനെ കത്തിക്കുന്ന? കത്തിക്കാം. കത്തിച്ചിട്ടുണ്ട്. നീ അപ്പൊ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്താണ് ഇവിടത്തെ? ഗോസ്റ്റ് വരുന്നു. ഇവിടെ നില്ല്. തുറന്നു. വിറ്റ്നസ് ആയ നോക്കട്ടെ. നെറ്റ് പോയോ? 25 താഴെ പോണം എനർജി ലെവൽ. കുഴപ്പമില്ല. എനിക്ക് വെട്ടി പോകണ്ട. ഇതൊരു അണയുന്നതാണ്. ലേസർ എടുത്ത് മാറ്റണം. വേണ്ടെന്നോ? നീ ഈ ക്യാൻഡിലും കത്തിച്ചാണ്ടാ. വൈന് 2 കെട്ട. പണ്ട് വൈകുന്നേ ഓടണമെന്നുണ്ട്. ഇപ്പൊ ഒരു കെട്ടായി. EMF ഒരു കെട്ടായി. ആവും. ഓടാൻ പറ്റും. നിന്നെ പിടിച്ച ഇറങ്ങി പുറത്തു പോലെ എന്നെ പിടിച്ച്
നിന്നെ പിടിച്ചാ? ഇല്ല ഇല്ല. ഇല്ലല്ലോ. ആ വണ്ടി കഴിച്ചോ? മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി കഴിച്ചോ? ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൗളാവാനാണ് കൂടുതൽ സാധ്യത. തന്നെ അവന്റെ മൂക്കം ഞാൻ കണ്ടോട്ടോ. സക്സസ് എന്ന് കാണിക്കും. തന്നെ ലെവൽ 2 ആയി. നമുക്ക് വേറെ വല്ല ഫണ്ണ് ഗെയിം കളിച്ചല്ലോ, സ്ക്വിഡ് ഗെയിമാ. വേറെ മറ്റില്ലേ രണ്ടുപേരും കളിക്കുന്ന അത് ചെയിൻ ടുഗദർ. അത് നിനക്ക് കളിക്കാൻ സമയം ഉണ്ടായോ? എനിക്ക് കുഴപ്പമില്ല. നല്ല ക്ഷമ വേണം അത് കളിക്കാൻ. ഇല്ല ഒരു 5 മിനിറ്റ് ചൂട് വെച്ചിട്ട് പെട്ടെന്ന് വേറെ നോക്ക്. ഓക്കെ ഓക്കെ. എങ്ങനെയാടാ പ്ലേ ആണ്? മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുമോ? അയ്യോ സെർവർ ക്രിയേറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് സെർവർ ക്രിയേറ്റ് ആക്കാം. സെർവർ നെയിം ഉണ്ട്. എക്സിറ്റ് ആവട്ടെ. അത് എക്സിറ്റ് ആവണ്ട. നീ ഇതെടുത്താണ് സെർച്ച് ചെയ്ത് നോക്കിയാണ്. നോക്കിയാണ് CMD അക്കാസ സെർവർ പറഞ്ഞിട്ട് സെർച്ച് ആക്കിയോ? ഇല്ല ഇല്ല. ഇല്ലടാ, മറ്റേ നേരത്തെ ഗെയിമിന്റെ അന്ന് നടക്കുന്നു. എന്നാ അക്കാസാന്ന് അടിച്ചു നോക്കിയാണ്. AKAZ. എവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്? നിന്റെ ഒരു പാർട്ടി ഉണ്ട്. ജോയിൻ ചെയ്. ഇല്ലടാ, അത് എങ്ങനെയാന്ന് പറയാം. ഞാൻ ഫുള്ള് ബാക്ക് ഇറങ്ങി വരുന്നില്ല. എന്റെ പാർട്ടിയില് കയറണോ? നീ ക്രിയേറ്റ് സെർവർ കൊടുത്താണ്ടാ? അതെങ്ങനെയാണ്? ലെഫ്റ്റിലുണ്ടല്ലേ ഇതിനകത്ത് പ്ലേ എടുക്കുമ്പം. എടാ, ഞാൻ ഫുള്ള് ബാക്ക് ഇറങ്ങി. മറ്റേ റോബ്ലോക്സിന്റെ ഇത് വന്ന് കിടക്കുക ഹോം പേജ്. ഇല്ല, ഞാൻ അതിനൊക്കെ റിക്വസ്റ്റ് ഇടാം. ഇപ്പൊ ഒരു ജോയിൻ കണ്ടു. ഇപ്പൊ ഞാൻ ഒരു ബീച്ചിന്റെ സൈഡിൽ അതില് പ്ലേ നടക്കുന്ന ഷോപ്പ് കിടക്കുന്ന ഗ്യാച്ചാണ്.
പ്ലേ കൊടുക്കും. പ്ലേ എടുത്ത് സ്റ്റാർട്ട് സെർവർ ജോയിൻ. നിന്റെ എന്തോ പേര്? സെർവർ അല്ല, ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നീ ഒന്ന് ക്രിയേറ്റ് ചെയ്യ്. ഇപ്പൊ നിന്റെ ഒരു സെർവർ വന്നു. സെർവർ ജോയിൻ ആക്കും. അത് ജോയിൻ ആവട്ടാ. ഇപ്പൊ ആയാ കണ്ട? ഓക്കെ. പിന്നെ റീസ്റ്റാർട്ട് ആയ? ഇല്ല എനിക്ക് ഗെയിം ലെവൽ 1 ലെവൽ 2 ലെവൽ 1 അല്ലേ? നെറ്റ് പോയിച്ച്. നെറ്റ് പോയാ? എനിക്ക് കണക്ഷൻ ഫെയിലോ അതെന്താണ്ടി. കുറെ മഴയുടെ ആണെന്ന് തോന്നുന്നു മൈൻഡ്. ഫോണിലാണോ കളിക്കുന്നത്? ഓ, ഞാനീ ഇതിൽ കയറാം, ഫോണിൽ കയറാം. ഞാൻ മൊബൈൽ ഡേറ്റ് വെച്ചിട്ട് കയറാം. ഇതിപ്പോ വൈഫൈ നെറ്റ് കറണ്ട് പോയി വന്ന് നിൽക്കുന്നുണ്ടേ ഇവിടെ. ഒന്നുകൂടായി. അപ്പൊ ഇതിന്ന് ഇറങ്ങട്ടാ? മതി, ഇറങ്ങാം. ഇതിൽ കയറി നീ ടുഗദറിൽ കയറി, ഗെയിമിൽ കയറി, ടുഗദർ പാർട്ടി. പാർട്ടിയിലെങ്ങനെ? ഇപ്പൊ കേറില്ല, ആ ഗെയിമിൽ തന്നെ കേറി നീ. ഞാൻ ഇതിടാം ഒന്നുകൂടെ. അല്ല, നീ അത് കേറിയിട്ട് ഇൻവൈറ്റ് ഇട്. അല്ല, ഇത് എനിക്കറിഞ്ഞൂടാ. എനിക്ക് നിന്റെ ഇൻവൈറ്റ് വരുമ്പോഴാണ് ഞാൻ ആദ്യം നിൽക്കുന്നത്. അതാ അങ്ങനെ തനിയെ കയറി വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ചെയിൻഡ് ടുഗദർ നടക്കുന്ന, പിന്നെ ഏത് അറിയാവുന്ന ഗെയിം ഉണ്ട് ഇതിൻ്റെ അകത്ത്? സ്ക്വിഡ് ഗെയിം അറിയാം. ചെയിൻഡ് ബാക്ക് റൂം, ചെയിൻഡ് ടുഗദറിന്റെ ബാക്ക് റൂമിന്റെ ഒരു മിക്സ്. ഗ്രാനി അടക്കുന്നു. ആഫ്റ്റർ 3 AM, പാതിരാത്രി 3 മണിക്ക് ശേഷം. പ്ലേ അക്കാസ സെർവർ ആയാ നോക്കിയാണ്. ലെവൽ 1. ഓക്കെ, ഇത് വന്നാലേ ലെവൽ 1 ട്രോളാ.
ഞാൻ ഗെയിമില് വന്നു. ഓ നീനൊക്കെ എന്റെ മണ്ടയിലേക്ക് എന്താണ് പോകാൻ പറ്റും. ഓ ഈ നീ എന്റെ ഗെയിം മണ്ട കയറി എന്നിട്ട് ചാടേ. എടാ ഇത് അയ്യോ തള്ളിട്ടാ. നീ പോയി ചാടി. നീ എന്റെ മേളിൽ കയറി എന്നിട്ട് ചാടി നീ. എടാ ചാടിക്കോ. അയ്യോ അല്ല നീ എന്റെ മേളിൽ കയറിയില്ല നീ. ഓക്കെ പോ. ഞാൻ ഓടാം. ഓട് ഓട് ഓട്, ഞാൻ വീഴത്തില്ല. ഓക്കെ നിക്ക്. ചാടിക്കോ. എടാ ചാടുന്നില്ല. ഓടി ചെല്ലുമ്പോഴേ അങ്ങനെ നീ ഇവിടെ നില്ലേ. നീ അവിടെ നില്ലേ. വിങ്സ് എടുത്താരാ? വിങ്സ് എടുത്താരാ? ഞാൻ ചാടാം. വിങ്സ് എടുക്കാന്ന് തോന്നണ. പറ്റത്തില്ല, പൈസ കൊടുക്കണം. ആണോ? 200 രൂപ. നീ ചാടിപ്പോ. നീ ഇനി അങ്ങോട്ട് പോ. ഓടിയങ്ങ് പോ. ഓടിങ്ങ് വന്നാ മതി, ഞാൻ ചാടാം. ഓക്കെ നീ കേറി, ഞാൻ ചാടി. നീ ചാടണ്ട. നീ വന്നിട്ടങ്ങ് ചാടേ. ചാടിയാണ്. അങ്ങനെ ചാടരുത്, നീ ഫുള്ള് ഇങ്ങോട്ട് അവിടെ ജസ്റ്റ് ഇങ്ങനെ ചാടിയാ മതി. ഞാൻ അപ്പുറത്തോട്ട് ചാടാം. നീ അപ്പുറത്തോട്ട് ചാടണ്ട, ഞാൻ അപ്പുറത്തോട്ട് ചാടാം. ഇവിടെ നില്ല. അല്ല ഓടണ്ട. നീ ചാടിയാ മതി, ജസ്റ്റ് ഒന്ന് ചാടിയാ മതി. ഞാൻ നിന്റെ മണ്ണെടുക്കാം. കുറച്ചുകൂടി ഇങ്ങോട്ട് പോ. അറ്റത്ത് വന്നില്ലേ, കുറച്ചുകൂടി. ചാട്. അയ്യോടാ ചാടിയില്ല. ഇങ്ങനെ ചാടണേ. എന്താ തള്ളിയിട്ടാടാ? എടാ അത് എന്നെ തള്ളിയിട. നീ എന്റെ മണ്ട കേട്ട് ചാടും. ഞാൻ പറയുമ്പോ ചാടി. ഞാൻ ചാടുമ്പോ നീ ചാടിയാ മതി. അങ്ങോട്ടേക്ക് 3 സ്റ്റാർട്ട്. ഇത് നടക്കൂല. നടക്കും. നീ ഞാൻ ചെമ്മളിക്കല ചാടാം. ഞാൻ ചാടിയാ. എന്നെ തള്ളിയിട്ടടാ. ഞാൻ അനങ്ങിയില്ല. ചാടി വീണാണ്. നീ എടാ ഞാൻ ചാടണോടാ, ഞാൻ കൂടെ ചാടിയാലേ. നീ എന്നിട്ട് അതേ തിരിച്ചു തരണേ. എന്റെ തലയിൽ കയറി. തിരിച്ചു തരണം. അവിടെ തിരിച്ചു കയറാൻ പറ്റണ്ടാ. ഓക്കെ നീ നിക്ക്. പാലം വരുന്നു. ഓക്കെ പോവാ. ഇനി എന്തൊരു നെക്സ്റ്റ് അല്ല, നീയാണ് കൊടുക്കുന്നത് കേട്ടാ. എനിക്ക് നെക്സ്റ്റ് ബട്ടൺ ഇല്ല. റെഡ് ആയാ പൊട്ടുവെന്നാണ് കേട്ടാ. അങ്ങനെയല്ല പോണ്ടിയെ. നീ പോ. അത് തന്നെ ഇത്. കേറി. ഓക്കെ വാ. ആദ്യത്തെ മാത്രമുള്ള കുറച്ച് പാട് പോയി. അതാണ് സാധാരണ ലാസ്റ്റ് ലെവലിങ്ങനെ ഹാർഡാക്കി. ഇത് മിന്നി പോ പെട്ടെന്ന്. അവിടെ ഞാൻ പോയി. പോലി എടാ മിന്റോടാ. നീ വെയിറ്റ്. പോ. ഒന്നുകൂടെ. അയ്യോ
പിന്നെ ഞാൻ ഒരാളെ രണ്ടാമത്തെ ഞാൻ എത്തിയിട്ട് ഞാൻ അടുത്ത പച്ചക്കകത്ത് എത്തിയിട്ട് നീ ചാടിയറിയേ. ഓ ആദ്യം രാവിലെ ചാടി. അല്ലേ നീ പേടിയാ. എടാ അയ്യോ ഇത് വലിക്കും മതി. അയ്യോ ചാടി 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 അയ്യോ ചാടി. അയ്യോ ചാടി 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 ഇങ്ങോട്ട്. ഓ ചാടി ചാടി ഇപ്പുറത്തോട്ട്. ചാടി ചാടി ചാടി. നീ അപ്പുറത്തോട്ട് പോകണം. എടാ അത് നീ തട്ടിയിടുന്നതാണ് എന്നെ. എടാ അയ്യോ കുനിയണം. കുഴിക്കകത്ത് വേണോ? വീണ്ട വീണ്ട. അത് പെട്ടെന്ന് വരുന്നല്ലേ. ഓക്കെ പെട്ടെന്ന് കുഴി ഇറങ്ങാൻ പാടാണ് ഒന്നാമത്തെ. അയ്യോ എടാ നീ എടാ അയ്യോ എടാ ആ കുഴി പോടാ. ഞാൻ ഈ കുഴി നീ നില്ല നീ മതി. നീ എന്റെ കുഴി ഇറങ്ങണേ. ഞാൻ അങ്ങ് പോട്ട്. എടാ ഇരിച്ചു എടാ ഇത് തട്ടിക്കാ. നിന്റെ സൈഡിലോട്ടുള്ള കുഴിക്കകത്തോട്ട് കേറിയാൽ നീ പോ വെയിറ്റ് ആക്രാന്തം വേണം നമുക്ക്. കുറച്ചായിട്ട് പോവാം. കാരണം ഇത് ചാടാൻ വയ്യ. ഓക്കെ ഞാൻ പയ്യെ വരാം. ഓ മതി. ഇപ്പൊ വരും. വീണില്ല കുഴിക്കകത്തോട്ട്. അതാണ് സൈഡ് അതാ നീ വീണില്ല. നീ കുഴി വീഴത്തില്ല. അതാ എനിക്ക് പറ്റിയത് കഴിഞ്ഞത്. ഞാൻ ഇങ്ങനെ എടാ എന്നെ കൊണ്ട് പോവാടാ. ഞാൻ പോണി വീഴാത്ത. ചെലപ്പോ വീഴത്തില്ല. എടാ നീ പോ. എന്നാ നീ പോല്. അവിടെ അടുത്ത പോകുമ്പോ ജസ്റ്റ് 2 കട്ടയൊക്കെ പോയാൽ മതി. ഓക്കെ ഞാൻ കുഴി ഓക്കെ മതി വീണോ. നീ ഇപ്പൊ തീർന്നേ പയ്യെ പോയാ മതി. ഞാൻ എത്തി. എടാ കുഴി വീഴുന്നില്ല. നീ പോ എന്നെ കൊണ്ട് പോയാ. ഞാൻ പറയാം 5 എണ്ണമൊക്കെ പോടാ. മതി വീണോ. നീ കുഴി. എടാ ഇത് കുഴി വീണില്ല. ഓക്കെ ഞാൻ പയ്യെ വരുന്നേ ഉള്ളൂ. കുഴി വീഴും.
കുഴി എടാ ഇത് കുഴിയില്ല. ഓക്കെ ഇനി 4-5 ഒക്കെ ചാടിയ കുഴി വീണാ മതി. ആ ഓ പൂട്ട് എടാ ഇത് കുഴിയില്ല. ഓക്കെ ഇനി എനിക്കൊന്ന് ഒറ്റ അടുത്തതിനകത്ത് ഒറ്റ ഓട്ടത്തേക്ക് വരാം. ആണോ എടാ ആ സിമ്പിളാ. എന്താണ് അപ്പുറത്തെ ആ നീ പോയി തുറ. പറ്റി അതെന്താ ട്രാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ അല്ലാതെ കേറാണ്. കട്ടാണ് ട്രാപ്പാണ് കേട്ടോ അവിടെ ഒരു കുഴി. കേറി 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 കേറി. ആ കണ്ട തീയാണത്. ഓക്കെ അടിക്കൂ. ഇങ്ങോട്ടോ താഴോ. ഓയ്യോ കുറച്ച് റിസ്കിയാണ് കേട്ടാ. എന്താ ഓ താഴെ തട്ടൂടാൻ മണ്ടേ നീ. താഴെ തട്ടുമ്പോ ഒന്നുകൂടെ വീണു. എടാ എനിക്ക് ഇവിടെ കേറാൻ പറ്റുന്നുണ്ട്. നീ അങ്ങോട്ട് ഇവിടുന്ന് നീ ചാടിയും കയറി. പതുക്കെ ചാടിയും കയറിയാൽ മതി. ഇവിടുന്ന് ചാടി അവിടെ അതിന്റെ അടുത്ത് നിന്നിട്ട് ചാടാവുള്ള. ദൂരം ചാടാൻ നോക്കല്. എടാ അതിന് തൊട്ടടുത്ത് നിന്നിട്ട് ചാടാവുള്ളൂ. താഴെ മണ്ട തട്ടും. എടാ തൈകിരി നീയാണോ തട്ടിയാ? ഞാൻ ഇന്ത്യന്ന് പോയി. പക്ഷെ എങ്ങനെയൊക്കെ എടാ അപ്പൊ എങ്ങനെ തൈര് നീ പോ നീ പോ. അതെയാണ് ഞാൻ പോയത് നീ പോയത്. ഞാൻ വല്ല മണ്ടത്തര കാണിച്ചാൽ നീ ആദ്യമേ ആവും. ഏറ്റവും അടുത്ത് നിന്നിട്ട് ചാടാവുള്ളൂ. എന്റെ ഏറ്റവും അടുത്ത് എന്നിട്ട് ചാടാവുള്ളൂ. നീയാണെന്നോ പോയിട്ട് ഞാൻ എത്തി. ഏറ്റവും അടുത്ത് നിന്നിട്ട് ചാടാവുള്ള. ഓടിച്ചെന്ന് ഏറ്റവും അടുത്ത് നിന്നിട്ട് ചാടണം. ഇത് മതിയാ.
കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് പോകും. അങ്ങേറ്റാടെ ഇത്രേ ഉള്ളൂ. ഇവിടെ ഉണ്ട് അത് കുഴപ്പമില്ല, ചാടിയും പോയായിരിക്കും. അയ്യോ ഇത് കളക്ട് ചെയ്യണോ നീ മണ്ടയുടെ കളക്ട് മൊത്തം കളക്ട് ചെയ്താല് ചാടി ഇങ്ങനത്തെയാണ് എനിക്കിഷ്ടം. നീ എന്നെ കൊണ്ടുപോകണമായിരുന്നു. ഞാൻ വരില്ല, നീ എന്നെ കൊണ്ടുപോകും. ചാടിപ്പോ പോട്ടെ, കുറച്ചുകൂടെ മുന്നോട്ടോ. അയ്യോ 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 ചാടിപ്പോ ഒരാള് പോയി കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചാടി. നീ അങ്ങ് താന്നങ്ങ് പോകും. എലാസ്റ്റിക് അങ്ങ് ഇപ്പൊ കേട്ടാ ഞാൻ തൂങ്ങി കിടപ്പുണ്ട്. നീ ആണെങ്കിൽ താന്നങ്ങ് പോയ. എടാ ചത്തല്ലേ ഇത് ഏറല്ല. നീ എന്നെ കൊണ്ടങ്ങ് പോകും. ഫസ്റ്റ് ഞാൻ ഇത് ചാട്ട്. എന്നെ വലിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് ചാട്ടി ചാടി. എടാ എന്നെ ചുമന്നോണ്ട് പോട്ട് എന്നെ കൊണ്ടുപോകും. ഇല്ലടാ അങ്ങനെ പോത്തിട്ട്. ഫസ്റ്റ് ഞാൻ പാർട്ട്. അയ്യോ ചാടി ചാടി. അടുത്ത 1 2 3 സ്റ്റാർട്ട്. ചാടി. അടുത്ത ചാടി. അപ്പഴത്തേക്കാണ് ചാടി. എന്റെ തലയിൽ ചാടി. എന്റെ തലയിൽ ചാടി. ചാടി. പോട്ടെ. ഇനി നീ ചാടി. പോട്ടെ. ഇനി ഞാൻ നിന്റെ തലയിൽ ചാടി. അതെ വേണ്ട ഇനി ചാടി. ഓക്കെ ഇതെന്താ ഇല്ല. പോട്ട് അപ്പുറത്തോട്ട് ചാടി. നീ എന്റെ തലയിൽ കയറിയിട്ട് മറ്റേ അതുവഴി ഓണാക്കി. അവിടെ ബട്ടൺ ഉണ്ട്. കേറാൻ പറ്റുന്നില്ല. ഇവിടെ ഒന്ന് പറ്റുമോ നോക്കാം. ഇവിടെ ഇതിന്റെ ബട്ടണോ? എന്നെ അവിടെ കൊണ്ടുപോകണ ബട്ടൺ അല്ലേ? ഞാൻ പോയി ഞാൻ ഇവിടെ നിന്ന് കാര്യമാണോ പിന്നെ? നോക്കാം. നീ ചാടി കയറിയാണ്. അതിപ്പോ തോന്നിയത് എനിക്ക് തോന്നുന്നു നീ ഇത് ഒറ്റയ്ക്ക് പോവാനുള്ള മറ്റേ അതാ ബട്ടൺ വെക്കുമ്പോഴത്തേക്ക് ഒന്നത് മുമ്പോട്ട് പോയാൽ അല്ലാതെ എനിക്ക് വരാൻ പറ്റത്തില്ല. മറ്റേ ബട്ടൺ ഞെക്കി.
അത് കഴിക്കാം. പറ്റിച്ചാണ്ടാ പട്ടികൾ. എടാ നീ തറയെ പോയ ചാടി കേറാത്ത ഞാൻ ചാടാ. ഓ എനിക്ക് കുറച്ചുകൂടി ലെഫ്റ്റോട്ട് നിന്നാണ് നീ ഇങ്ങോട്ട് ഇവിടെ. ആ ഓക്കെ അവിടെ ചാടി കേറാൻ പറ്റാ. ഞാൻ പോ, നീ ഇവിടെ ഇരി. ഇവിടെ നിന്ന് ചാടി. ഞാനും വരാൻ നോക്കാം. ഓടി അങ്ങ് ചാടാൻ പറ്റാ. പോയി അതെങ്ങനെ നീ എന്റെ തലയിൽ ചവിട്ടി കയറി. ചാടി കയറി വാങ്ങി. അവിടെ അങ്ങനെ കാണിച്ചില്ല ഇതണ്ടാ. നിന്റെ അറ്റത്ത് വന്നിട്ട് ഇങ്ങനെ അയ്യോ ഏറ്റവും നയിക്കുന്നത് അത് പറ്റും കാണിച്ചതാ. എനിക്ക് നില്ല അവിടെ ഇല്ല. നീ ബാക്കിലോട്ട് വന്നാണ്. നീ ചാടിക്കേറ്. അയ്യോ നീ അവിടെ ഇല്ല, ഞാൻ തുറന്നിട്ട് പേടിയുണ്ടല്ലോ. പേടിയല്ല, കാണുന്നില്ല. അപ്പം എന്റെ സൂമ പോയില്ല. താഴെ എവിടാണ് കാണത്തില്ല. ഞാൻ ഇതുകൊണ്ട് കളിച്ചിട്ട് ഇറങ്ങാൻ കേട്ടാ. ഇത് കംപ്ലീറ്റ് ആക്കിട്ടാണ് നമ്മള് ചെറുതായിക്കൊണ്ടിരിക്കും.
ദേശീയം ചൂടക്കളിക്കും. ഞാൻ വെച്ചിപ്പ പോയ ഇറങ്ങാടാ.